Hello everyone, welcome to XandY Learning. ഇനി കൃത്യം ഒരു മാസം മാത്രമാണ് നമ്മുടെ ഓണപരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇനിയുള്ള ഓരോ ദിവസങ്ങളും കഴിഞ്ഞ ദിവസങ്ങളെ പോലെയല്ല കൂടുതൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് A+ കിട്ടുന്ന രൂപത്തിൽ നമ്മുടെ പഠനത്തെ എന്ത് ചെയ്യണം ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ട ചില ടിപ്സുമായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് നമ്മൾ ഇന്ന് തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് റിവ്യൂ ദ സിലബസ് ആൻഡ് ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ പരീക്ഷ, ആ പരീക്ഷയ്ക്ക് എത്ര മാർക്കാണ് ഓരോ പരീക്ഷയ്ക്കും ഉള്ളത്, അതിൽ ഏതൊക്കെ ടോപ്പിക്സുകളാണുള്ളത്, അതിൻ്റെ വെയിറ്റേജ് എത്രത്തോളം ഉണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ഒരു പ്ലാൻ നമുക്കുണ്ടാവണം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കുകയും വേണം. ഇപ്പോൾ ചില വിഷയങ്ങളൊക്കെ നമുക്കറിയാം 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ 40 മാർക്കിനുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പം മാത്സ് സോഷ്യൽ പോലൊക്കെ ആണെങ്കിൽ 80 മാർക്കിനാണ്. ആ ഒരു വ്യത്യാസം നമ്മൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം ഓർഗനൈസ് യുവർ സ്റ്റഡി മെറ്റീരിയൽസ് എന്നുള്ളതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യ പേപ്പർ എന്ത് ചെയ്യുക ഇടുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വേണം, ലെക്ചർ നോട്ടുകൾ വേണം, റെഫറൻസ് ആയിട്ടുള്ള ഗൈഡുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. ഓൺലൈൻ ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസുകൾ നമുക്ക് നമ്മുടെ XandY തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട്. അതിന് പുറമെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്റർനെറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓരോ വിഷയങ്ങളിലും ഏതൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് അത് കൃത്യമായി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് പ്രിയോറിറ്റൈസ് ദ ടോപ്പിക്സ് എന്നുള്ളതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പം മാത്സ് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ആ മാത്സിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്താൻ നമ്മൾ ഇപ്പോഴേ തുടങ്ങിയാലേ എന്ത് ചെയ്യുള്ളൂ നടക്കുള്ളൂ. എക്സാമിൻ്റെ തലേന്നിരുന്ന് മാത്സ് മുഴുവൻ 4 ചാപ്റ്റർ 5 ചാപ്റ്റർ പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും പോസിബിൾ ആയ ഒരു കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞ ഓരോ ടോപ്പിക്കുകളെയും നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് പ്രിയോറിറ്റൈസ് ചെയ്യണം. ഈസി ഏതൊക്കെയാണ്, ടഫ് ഏതൊക്കെയാണ്, അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റിന് എത്രത്തോളം സമയം ഞാൻ ഏകദേശം കാണേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ തന്നെ നമ്മുടെ ആലോചനകൾ തുടങ്ങേണ്ടതുണ്ട്. ഇനി നെക്സ്റ്റ് ഒന്നുള്ളത് സ്റ്റഡി ആക്റ്റീവ്ലി ആൻഡ് എൻഗേജ് വിത്ത് ദ മെറ്റീരിയൽസ് എന്നുള്ളതാണ്. നമ്മുടെ പഠനം ഒരിക്കലും പാസീവ് ആകരുത് മക്കളെ, വെറുതെ വായിച്ചു പോകുന്ന രൂപത്തിലാവരുത്. അതിന് ആക്റ്റീവ് ആകാൻ വേണ്ടി ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് എൻഗേജ് വിത്ത് മെറ്റീരിയൽസ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച കാര്യങ്ങളെ ലെക്ചർ നോട്ടുകളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ കുട്ടികളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് മെറ്റലർജി എന്നുള്ളൊരു ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ മെറ്റലർജിക്ക് 3 പാർട്ടുകളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ ആദ്യം എന്ത് ചെയ്യണം, കോൺസെൻട്രേഷൻ ചെയ്യണം, എന്നിട്ട് എക്സ്ട്രാക്ഷൻ ചെയ്യണം, എന്നിട്ട് പിന്നെ അതിൻ്റെ റിഫൈനിങ് ചെയ്യണം. അതിന് ഓരോന്നിനും ഏതൊക്കെ മെത്തേഡുകളാണുള്ളത്, അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, അതൊക്കെ ഒരു സൈഡിൽ. ഈ രൂപത്തിൽ ഒരു ചാപ്റ്ററിനെ മുഴുവൻ നമുക്ക് ഒരു പേജിൽ വരച്ചു വെക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലോ ചാർട്ട് ആയിട്ടോ ഫ്ലാഷ് കാർഡ്സ് ആയിട്ടോ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിലൂടെ നമുക്കൊരു ലെക്ചർ നോട്ട് അവിടെ ഉണ്ടാവണം. ഇതിന് 2 ഗുണമുള്ളത്. ഒന്ന്, ഒരിക്കലും നമ്മൾ ഉറങ്ങിപ്പോകൂല. രണ്ടാമത്തെ ഒന്നുള്ളത് നമ്മുടെ എക്സാമിൻ്റെ തലേന്ന് ഒരു ക്വിക്ക് റിവിഷനും വേണ്ടിയിട്ട് നമുക്ക് ഈ നോട്ടുകൾ ഉണ്ടാകും. നമ്മൾ ഉണ്ടാക്കിയ നോട്ടുകളായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലും ഉണ്ടാകും, അത് മറന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ രൂപത്തിൽ എന്ത് ചെയ്യാം, നമ്മുടെ സ്റ്റഡീസിനെ നമുക്ക് ഇപ്പോഴേ പ്ലാൻ ചെയ്യാം. മറ്റൊരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ, നിങ്ങൾ ഇപ്പോഴേ അപ്ലൈ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ലേണിംഗ് ഈസ് ടീച്ചിങ് എന്നാണ് പറയാറുള്ളത്. നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ അറിയാത്തൊരു കുട്ടിക്ക് അവൻക്കും പഠിക്കാനുള്ള ഒരു അവസരമാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഒരു പരീക്ഷ പേപ്പറിൽ അവനെ പഠിപ്പിക്കുന്നത് വഴി ഒരു പരീക്ഷ പേപ്പറിൽ എന്തെല്ലാം കാര്യങ്ങൾ എങ്ങനെയെല്ലാം എഴുതി വെക്കണം എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഇന്നു മുതൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെയധികം മാറ്റങ്ങൾ പഠനത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നെക്സ്റ്റ് അവസാനമായി നമുക്ക് പറയാനുള്ളത് പ്രാക്ടീസ് വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ. ഏറ്റവും നമുക്ക് A+ കിട്ടാനുള്ള ഈസി മെത്തേഡാണ് എന്ത്, നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്നുള്ളത് അല്ലേ. ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓണപരീക്ഷയുടെ ഒരുപാട് ചോദ്യ പേപ്പറുകൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടും മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിൻ്റെയും നമുക്ക് കിട്ടും. അപ്പോൾ ലാംഗ്വേജിൻ്റെയും അതേപോലെ സയൻസ്
സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പറ്റുമെങ്കിൽ അതൊന്ന് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആൻസറുകൾ ഒന്ന് ചെയ്ത് നോക്കുക, ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തി നോക്കുക. അപ്പോൾ കുറേ പോയിന്റുകൾ മിസ്സായിട്ടുള്ളത് നമുക്ക് മനസ്സിലാകും. ചില ക്വസ്റ്റ്യനുകൾ അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അത് ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. ചോദ്യങ്ങളുടെ മെത്തേഡ് എങ്ങനെയാണ്, അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ പാർട്ടിൽ നിന്നാണ് കൂടുതൽ ആവർത്തിച്ച് വരുന്നത്, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെ കൃത്യമായ ഒരു ഐഡിയ എന്ത് ചെയ്യും ഈ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഇന്ന് മുതൽ തന്നെ നിങ്ങൾ നമ്മുടെ ഓണപരീക്ഷയ്ക്ക് എന്ത് ചെയ്യുക, ഒരുങ്ങിയിരിക്കുക. നമ്മുടെ ചാനലിൽ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉപയോഗിച്ച ഒരുപാട് മെറ്റീരിയൽസുകളും വീഡിയോസും ഉണ്ട്. അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. തീർച്ചയായിട്ടും നമ്മുടെ A+ എന്ന് പറയുന്നത് അല്ലേ, ഈ ഒരു A+ എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇനിയുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ള പരീക്ഷകളിലും നമുക്ക് A+ നേടാനുള്ള ഒരു എന്ത് ചെയ്യും, ഒരു മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ നമുക്ക് തന്നെ കിട്ടും. പഠിക്കാൻ എനിക്ക് പറ്റുമെന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക്, ഓണപരീക്ഷയ്ക്ക് A+ ലഭിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് മുതൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തെ നിങ്ങൾ ക്രമീകരിക്കുക. ഈ പറഞ്ഞിട്ടുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്